ഹായ് എല്ലാവർക്കും ന്യൂജൻ മാത്തിൻ്റെ SSLC ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 8ാമത്തെ വീഡിയോ ആണ് ഈ SSLCക്ക് വേണ്ടി ഞാൻ ഇടാൻ പോകുന്നത്, മാത്സിന് വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഈ വർഷത്തെ SSLC പരീക്ഷയുടെ ആദ്യത്തെ ചോദ്യമല്ലായിരുന്നു, എന്നാൽ പോലും ആദ്യത്തെ ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്ത്, നമ്മുടെ ചാപ്റ്റർ ഏതാ? അരിത്തമെറ്റിക് സീക്വൻസ്. അങ്ങനെ അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് ബേസ് ചെയ്ത് വന്ന ചോദ്യമാണ് ഇത്. എന്ന് ചോദിച്ചതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2024 ഈ വർഷം ഇപ്പം കഴിഞ്ഞ മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമായിരുന്നു ഇത്. അതാണ്ട് ഇത് വായിച്ചു നോക്കാം. മലയാളം മീഡിയക്കാർക്ക് ഇതും വായിച്ചു നോക്കാം. ഓക്കെയാണ്. ചോദ്യം നിങ്ങൾ കാണുന്നുണ്ട്, സെറ്റാണ്. ചോദ്യം കാണുന്നുണ്ട്. ഇപ്പം എന്താണ് ചോദ്യം എന്ന് ചോദിച്ചത്? ദ സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ് ഓഫ് ദ സ്ക്വയർ. സ്ക്വയറുകളുടെ പെരിമീറ്റർ എങ്ങനെയാണ് മക്കളെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്? ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സമചതുരത്തിന്റെ പെരിമീറ്റർ, സമചതുരങ്ങളുടെ ചുറ്റളവ് കണ്ടുപിടിക്കാനൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? 4 ഇൻറ്റു സൈഡ് ചെയ്താൽ മതി, ചുറ്റളവ് കിട്ടും. 4 ഗുണം വശം ചെയ്താൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഓരോരോ സ്ക്വയറുകൾ തന്നെ 1 സെന്റിമീറ്ററിന്റെ സ്ക്വയർ ഉണ്ട്, 2 സെന്റിമീറ്ററിന്റെ സ്ക്വയർ ഉണ്ട്, 3 സെന്റിമീറ്ററിന്റെ സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയറുകളുടെ പെരിമീറ്റർ എന്തിലാണെന്ന് പറഞ്ഞേക്കുന്നു? അരിത്തമെറ്റിക് സീക്വൻസിലാണെന്ന് പറഞ്ഞേക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആദ്യമായിട്ടൊരു സ്ക്വയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സ്ക്വയർ ഞാനിങ്ങനെ വരയ്ക്കുന്നു. ഓക്കെയാണ്. നമ്മൾ അങ്ങനെയല്ല, നമുക്ക് ബ്ലാക്കിലിട്ട് വരയ്ക്കാം. ഇത് നോക്കിക്കോ. ഒരു സ്ക്വയർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതാണ്ട് ഒരു സ്ക്വയർ ആണ് ഇത്. സ്ക്വയർ ആയിക്കോട്ടെ. ഇതൊരു സ്ക്വയർ. ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് 1 സെന്റിമീറ്റർ ആണെങ്കിൽ പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എത്രയാണ്? പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 4 ഗുണം 1 ചെയ്യണം. അപ്പോൾ പെരിമീറ്റർ എത്ര കിട്ടും? 4 കിട്ടും. അടുത്തതായിട്ട് ഞാൻ പറയുന്നു, ഈ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണെങ്കിൽ പെരിമീറ്റർ എത്ര വരും മക്കളെ? പെരിമീറ്റർ എന്ത് വരും? 4 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പെരിമീറ്റർ 8 കിട്ടും. ഇനി ഞാൻ പറയുന്നു, ഈ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ പെരിമീറ്റർ എത്ര വരും? 3 ഇൻറ്റു 4 ചെയ്യേണ്ടി വരത്തില്ലേ? 3 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 12 ചെയ്യേണ്ടി വരും. എന്ന് പറയുമ്പോൾ പെരിമീറ്റർ തമ്മിലുള്ളതിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞത്. റൈറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്? ചോദ്യത്തിന്റെ ഉത്തരം എന്തുവാണ്? അരിത്തമെറ്റിക് സീക്വൻസ് എത്രയായിരിക്കും? പെരിമീറ്ററുകളുടെ 4, 8, 12, 16 എന്നിങ്ങനെ പോകും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ചോദിച്ചു. പൊതുവ്യത്യാസം നമ്മൾ പഠിച്ച് എങ്ങനെയാ? പൊതുവ്യത്യാസം D എന്ന അക്ഷരത്തിലാണ് സൂചിപ്പിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 8 ന്ന് 4 കുറച്ചാൽ മതി. പൊതുവ്യത്യാസം എത്രയാണ് മക്കളെ? 4 ആണ്. അപ്പൊ ഇത്ര മാത്രമായിരുന്നു ഈ 2024 നിങ്ങളുടെ ചോദ്യം. നിങ്ങൾക്ക് 2 മാർക്ക് അങ്ങനെ സെറ്റായി, മനസ്സിലായോ? അപ്പൊ 80-ൽ 2 മാർക്ക് ഇപ്പം സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. യാതൊരു ഡൗട്ടും ഇല്ല. ഈ 2 മാർക്ക് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാമല്ലോ. അപ്പോൾ അതിൽ പേടിക്കാനൊന്നുമില്ല. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. 2023 ചോദിച്ച മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 7, 13, 19 ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്. പറ മക്കളെ, ചോദ്യത്തിന്റെ ഉത്തരം പറ. കോമൺ ഡിഫറൻസ് D കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 13 ന് 7 കുറച്ചാൽ പോരെ. അപ്പൊ എന്ത് കിട്ടും? 13 - 7 എത്ര കിട്ടും? കോമൺ ഡിഫറൻസ് 6 എന്ന ഉത്തരം കിട്ടി. കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 6. ഇനി രണ്ടാമത്തെ ചോദ്യം, B ചോദ്യം നോക്കുക. ഫൈൻഡ് ഇറ്റ്സ് 11th ടേം. 11ാമത്തെ ടേം കണ്ടുപിടിക്കണം. പേടിയാവോ? ഈ ഇക്വേഷൻ ഒന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. 11ാമത്തെ ടേം ഞാൻ പറഞ്ഞുതരാം. 7, 13, 19, അടുത്ത 6 കൂട്ടി 25, 25നോട് 6 കൂട്ടി 31, 37, 37നോട് 6 കൂട്ടി 43, 49, 49, 6, 55, 61. എത്ര ടേം ആയി നോക്ക്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ഒരു ടേം കൂടെ എഴുതണം. എന്ന് പറയുമ്പോൾ എത്രയാ? 67. ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സംഖ്യകൾ ഇങ്ങോട്ടൊന്ന് നീക്കി വെക്കട്ടെ. അപ്പൊ 61 കഴിഞ്ഞ അടുത്ത എന്തോ? 67. അപ്പൊ 67 ആണ് നിങ്ങളുടെ 11th ടേം. നമ്മുടെ 11ാമത്തെ ടേം എത്രയാണ്? 67. അപ്പൊ ആൻസർ ഈ 67. സെറ്റാണ്. എന്തുവാ ഞാൻ ചെയ്തത്? ഈ ഓരോ ടേമിനോടും കൂട്ടേണ്ട എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. ഒരു ഇക്വേഷൻ പോലും അറിയണ്ട, നമുക്ക് എഴുതാൻ പറ്റുന്നിടത്തോളം എഴുതി ഞാൻ 11ാമത്തെ ടേം കണ്ടുപിടിച്ചു.
ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. ചോദ്യം എന്താണ്? റൈറ്റ് ദ നെക്സ്റ്റ് 2 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. അടുത്ത 2 ടേമുകൾ എഴുതാനാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് പറയാം 5, 12, 19 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര മക്കളെ? 12 - 5 ചെയ്താൽ മതി. എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് എത്ര? 7 ആണ്. അപ്പോൾ അടുത്ത ടേം എഴുതാനായിട്ട് എന്ത് ചെയ്യണം? ഈ 19നോട് എത്ര കൂട്ടണം? 7 കൂട്ടാം. 19നോട് 7 കൂട്ടി എത്ര കിട്ടും? 26. അടുത്ത എഴുതണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 26നോട് 7 കൂട്ടണം. എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 33. അടുത്ത എഴുതണമെങ്കിൽ എന്ത് ചെയ്താൽ 33നോട് 7 കൂട്ടണം. എന്ന് പറയുമ്പോൾ എത്ര? 40. കണ്ടോ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? 3 ടേമുകൾ എഴുതാൻ പറഞ്ഞു. ഇതാ എഴുതി കഴിഞ്ഞു. കണ്ടോ? എന്തുവായിരുന്നു ചോദ്യം? നെക്സ്റ്റ് 2 ടേംസ്. 2 ടേം മതിയായിരുന്നു, ഞാൻ 3 എഴുതി. 26ഉം 30. എന്ത് ചെയ്താൽ 19നോട് 7 കൂട്ടിയപ്പോൾ 26, 26നോട് 7 കൂട്ടിയപ്പം 33. സെറ്റ്. വളരെ പാടൊന്നുമില്ല, എല്ലാം എളുപ്പമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് എന്നായിരുന്നു ചോദ്യം. എന്താണ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അടുത്തടുത്ത 2 സംഖ്യ ചൂസ് ചെയ്തിട്ട് കുറച്ചാൽ മതി. എന്ത് ചെയ്യുന്നു? ഏത് കുറയ്ക്കണം? ഇവിടെ കിട്ടണമെങ്കിൽ AD 3 കുറയ്ക്കണം. ഉത്തരം എത്ര വരും? കോമൺ ഡിഫറൻസ് 4 എന്ന ഉത്തരം കിട്ടും. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. ദ ഫസ്റ്റ് ടേം, ആദ്യ ടേം തന്നിട്ടുണ്ട് 6, കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് 4. അപ്പൊ ആദ്യ ടേം ഏതാ മക്കളെ? 6. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 6നോട് എന്ത് കൂട്ടണം? കോമൺ ഡിഫറൻസ് ആയ 4 കൂട്ടണം. എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 10. പിന്നെ 10നോട് എന്ത് കൂട്ടണം? 4 കൂട്ടണം. അപ്പൊ എത്ര കിട്ടും? 14. പിന്നെ 14നോട് 4 കൂട്ടണം. എന്ന് പറയും 18. ദാ എന്തായിരുന്നു നമ്മുടെ ചോദ്യം? റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് 3 ടേംസ് എഴുതാനായിരുന്നു ചോദ്യം. നമ്മൾ സീക്വൻസ് എഴുതി ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് ഇനി അടുത്തൊരു വീഡിയോ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ന്യൂജൻ മാത്ത് SSLC എന്ന ചാനൽ എല്ലാവരിലേക്കും എത്തിക്കുക. ആർക്കും അറിയാതെ കിടക്കുകയാണ്, അതുകൊണ്ടാണ് വ്യൂസും ഒന്നും വരാത്തത്. അതുകൊണ്ട് വ്യൂസ് കുറഞ്ഞെന്നും പറഞ്ഞ് വീഡിയോ കൊള്ളില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾ കണ്ടാൽ മാത്രമേ വ്യൂസ് ഒക്കെ ഉണ്ടാവൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.